ഈ കണ്ണിന് ഒട്ടും കാഴ്ചയില്ല, ഒട്ടും കിട്ടിയിട്ടില്ല. അത് ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടതാണ്. പക്ഷെ എല്ലാം ചെയ്യുന്നത് കാരണം ചിലപ്പോ നിങ്ങക്ക് പെട്ടെന്നേ ഇങ്ങനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല ചിലപ്പോ. ഇല്ലല്ലോ, ഇതിലേതാ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്. പക്ഷെ വിശ്വസിച്ചില്ലേ പറ്റുള്ളൂ ഒന്നുമില്ലേ? ഇങ്ങനെയല്ലേ ബോട്ടിൽ ചെയ്യല്ലേ അവന്. ഈ കാഴ്ചശക്തി ഇല്ലാത്ത ഒരാളാണ് ഇങ്ങനെ ഓരോ കുപ്പികളും പെറുക്കി വെക്കുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിൽ ഉപരിയാണ് ഈ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ് ഗീത. ശരിക്കും ഗീതയ്ക്ക് കാഴ്ചശക്തി ഇല്ല. 16 വയസ്സിൽ മറ്റോ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതാണ്. എത്ര വയസ്സിലാണ് പൂർണ്ണമായിട്ട് കാഴ്ചശക്തി ഇല്ലാതായി? 15 വയസ്സിൽ നഷ്ടപ്പെട്ടു. അതിനുശേഷം ഒരു കമ്പനിയുടെ ഓണറായിട്ട് ഇതിങ്ങനെ നടത്തിക്കൊണ്ട് പോവുകയാണ്. മഞ്ഞൾ കമ്പനി ഓണറാണ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ഗീത ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വിശ്വസിക്കാൻ പാടുപെടും. നമ്മൾ ഇത് കണ്ടപ്പോൾ തന്നെ ഗീത ആദ്യം ചോദിച്ചത് നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മളും അത് നോക്കി നിൽക്കുക, ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, ഈ വീട്ടിനകത്തും ഈ കമ്പനിയിലൊക്കെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. ആ കഥ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൃശ്ശൂർ അമലനഗർ വന്നിരിക്കുന്നത്. ഗീതയും സലീഷും പാടത്താണ് നിൽക്കുന്നത്, അവരുടെ സ്വന്തം കൃഷിയിടത്താണ് നിൽക്കുന്നത്. ഇവരുടെ ഈ കൃഷിയെക്കുറിച്ചും മഞ്ഞളിൻ്റെ ബിസിനസ്സും ഇല്ലെങ്കിൽ ആ കമ്പനിയെക്കുറിച്ചും പറയുന്നതിന് മുമ്പ് ഇവർ തമ്മിൽ പരിചയപ്പെട്ട ഒരു കഥയുണ്ട് കേട്ടോ. അത് ഇവർ തന്നെ പറയുന്നതാണ് രസം എന്ന് പറയുന്നത്. ഈ ഗീതയ്ക്ക് കാഴ്ച നഷ്ടപ്പെടുന്ന ആ അവസ്ഥയിലായിരുന്നു എന്ന് തോന്നുന്നു സലീഷ് ശരിക്കും ഗീതയെ പരിചയപ്പെടുന്നത്. അത് സലീഷ തന്നെ ആദ്യം പറയട്ടെ, ഇല്ലെങ്കിൽ ഗീത പറയട്ടെ. 2001 ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. എങ്ങനെയാ, എവിടെ വെച്ചിട്ടാ? അത് ഞങ്ങള് കേരളവർമ്മ കോളേജിലാണ് ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഗീതയ്ക്ക് കാഴ്ച ഉണ്ടായിരുന്നോ? ഇല്ല, കാഴ്ച ഉണ്ടായിരുന്നില്ല. ഞാനൊരു 8th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്താണ് കാഴ്ച അങ്ങനെ കുറഞ്ഞത്. ഒരു 10th ഒക്കെ എത്തിയപ്പോഴേക്കായിട്ട് ഫുള്ളായിട്ട് കാഴ്ച പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ബ്രെയിൽ ലിപിയൊക്കെ പഠിച്ച് അങ്ങനെയാണ് കേരളവർമ്മ കോളേജിൽ ജോയിൻ ചെയ്തത്. കേരളവർമ്മ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഹസ്ബൻഡിനെ കാണുന്നത്. സലീഷ് എന്തുകൊണ്ടാണ് ശരിക്കും പ്രപ്പോസ് ചെയ്യുന്നത്? പ്രപ്പോസ് ചെയ്യാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. സംസാരിച്ച് അത് ഒരു പ്രപ്പോസലായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. അത് ഗീത പറയുന്നതായിരിക്കും കൂടുതൽ കേൾക്കാൻ. ആദ്യമൊക്കെ ഇപ്പോൾ കോളേജ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് പേര് വന്നിങ്ങനെ സംസാരിക്കും. അതുപോലെ തന്നെയാണ് ഞാൻ ഏട്ടനെയും കണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ നാൾ പറഞ്ഞു. പിന്നെ ഇതുപോലെ തന്നെ ഇങ്ങനെ സംസാരിച്ചു, അങ്ങനെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊരു വിവാഹം അതിനെ പറ്റിയൊന്നും അങ്ങനെ എനിക്ക് ചിന്ത ഉണ്ടായിരുന്നില്ല. കാരണം പഠിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, അത് മാത്രമായിരുന്നു. ഒരു ഫാമിലി നടത്താൻ പറ്റുന്നൊന്നും എനിക്ക് അങ്ങനെയൊന്നും വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അതിലപ്പുറം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് തന്നെയായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നെ